കഥ നടക്കുന്നത് 1994 കാലഘട്ടത്തിലാണ്. ബോഡി ബിൽഡറായ ഡാനിയൽ ലൂഗോയെ നമ്മൾ പരിചയപ്പെടുന്നു. ഡാനിയൽ എന്ന പുറമേയുള്ള ഒരിടത്ത് തന്റെ പതിവ് ട്രെയിനിങ്ങിലായിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഒരു സംഘം പോലീസ് എത്തുന്നത്. ഡാനിയലിനെ പിടികൂടാനായിരുന്നു പോലീസിന്റെ വരവ്. പോലീസിൽ നിന്ന് രക്ഷ നേടാൻ ഡാനിയൽ ഓടാൻ ആരംഭിച്ചു. ഡാനിയലിനെ പിടികൂടാനാണ് പോലീസ് സംഘം വരുന്നത് എന്നും വ്യക്തമാണ്. ഡാനിയൽ എന്തോ വലിയ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെടാൻ ഓടിക്കൊണ്ടിരുന്ന ഡാനിയൽ ഒരു പോലീസ് വാഹനത്തിൽ തന്നെ ഇടിച്ചു വീണു. കഥ അവിടെ നിന്നും 6 മാസം മുമ്പിലേക്ക് പോവുകയാണ്. ചെറിയ തട്ടിപ്പുകാരനും ബോഡി ബിൽഡറുമായിരുന്ന ഡാനിയൽ സൺ ജിമ്മിന്റെ ഓണർ ജോൺ മേസിനാൽ മാനേജറായി റിക്രൂട്ട് ചെയ്യപ്പെട്ടു. ഡാനിയൽ സൺ ജിമ്മിൽ ജോലി ചെയ്യാനും തുടങ്ങി. മറ്റുള്ളവരെ പോലായിരുന്നില്ല ഡാനിയൽ. വളരെ മികച്ച രീതിയിൽ ജോലി നോക്കുന്നുണ്ടായിരുന്നു. ഫിറ്റ്നസിലൂടെ ജീവിതത്തിൽ വലിയ നിലയിൽ എത്തിപ്പെടണം, സമ്പാദിക്കണം എന്നൊക്കെ ഡാനിയൽ ആഗ്രഹിച്ചിരുന്നു. ജിമ്മിൽ ഡാനിയലിന്റെ പരിചയക്കാരനും ജിമ്മിലെ ട്രെയിനറുമായിട്ടുള്ള സുഹൃത്താണ് എട്രിയാൻ. വളരെ വലിയൊരു ബോഡി ബിൽഡർ ആകണം എന്നായിരുന്നു എട്രിയാന്റെയും ആഗ്രഹം. പെട്ടെന്ന് മസിലൊക്കെ വരാൻ വേണ്ടി തീരെ ക്ഷമയില്ലാതെ മരുന്നുകളൊക്കെ ഉപയോഗിച്ചു. അതവനെ മോശമായ രീതിയിൽ ബാധിക്കാനും ആരംഭിച്ചിരുന്നു. ജിമ്മിലെത്തുന്ന ഓരോരുത്തരെയും നല്ല രീതിയിൽ ഡാനിയൽ ട്രെയിൻ ചെയ്യിക്കാറുണ്ടായിരുന്നു. ഡാനിയലുമായി അവർ വളരെ പെട്ടെന്ന് സൗഹൃദത്തിലാവും. അവരുടെ പേഴ്സണൽ കാര്യങ്ങളടക്കം ഡാനിയലിനോട് ഡിസ്കസ് ചെയ്യും. ഡാനിയലിൽ നിന്നും ഉപദേശവും സ്വീകരിക്കും. ആ ഒരു കാലത്താണ് ജിമ്മിലേക്ക് ട്രെയിനിങ്ങിനായി ഒരു പെൺകുട്ടി വരുന്നത്. പതിവ് പോലെ ഡാനിയൽ അവളോടും ട്രെയിൻ ചെയ്യുന്ന സമയത്ത് സംസാരിച്ചു. ബോയ് ഫ്രണ്ടുമായി ബ്രേക്കപ്പ് ആയ ആ പെൺകുട്ടിക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ ഡാനിയൽ കൊടുക്കുന്നുണ്ട്. പതിയെ പതിയെ അവർ തമ്മിൽ ഒരു അടുപ്പം രൂപപ്പെട്ടു. ആ പെൺകുട്ടിക്കും ഡാനിയലിനോട് താല്പര്യമുള്ള പോലെ ഡാനിയൽ ചിന്തിച്ചിരുന്നു. ഒടുവിൽ ഒരു ദിവസം അവളോട് പ്രപ്പോസ് ചെയ്യാൻ ഡാനിയൽ അങ്ങ് തീരുമാനിക്കുകയാണ്. ഡാനിയൽ അവളോട് പ്രപ്പോസ് ചെയ്തപ്പോഴോ കാര്യങ്ങൾ മൊത്തം തകിടം മറിഞ്ഞു. ആ പെൺകുട്ടി ഡാനിയലിനെ അങ്ങനെ കണ്ടിരുന്നേയില്ല. ഡാനിയലിനോട് അവൾ ദേഷ്യപ്പെട്ടു. ഡാനിയലിനെ അത് വലിയ തോതിൽ ബാധിച്ചു. എങ്ങനെയും സമ്പന്നനാകണം, ഇത്തരത്തിലുള്ള അപമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ ഡാനിയലിന്റെ ഉള്ള് പിടയ്ക്കാൻ ആരംഭിച്ചു. അതിനുവേണ്ടി എന്തു ചെയ്യും എന്ന് ഡാനിയൽ ആലോചിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് ഒരു ദിവസം ടിവിയിൽ ഒരു പ്രോഗ്രാം കാണുന്നത്. എങ്ങനെ എന്നെ പോലെ സമ്പന്നനാകാം എന്നതിനെപ്പറ്റി ഒരു വ്യക്തി സെമിനാർ എടുക്കുന്നു. അയാളുടെ സംസാരത്തിൽ ഇൻട്രസ്റ്റ് തോന്നിയ ഡാനിയൽ ആ സെമിനാറിൽ പങ്കെടുക്കാൻ പോയി. സെമിനാറിലെ അയാളുടെ വാക്കുകളൊക്കെ ഡാനിയലിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരുന്നു. ആദ്യം നിങ്ങളൊരു ലക്ഷ്യം തീരുമാനിക്കണം, പിന്നെ പ്ലാൻ ഉണ്ടാക്കണം, ശേഷം അതിനായി പ്രവർത്തിക്കണം. തിരികെ എത്തിയിട്ടും ഡാനിയലിന്റെ തലയിലൂടെ കടന്നുപോയത് അയാൾ പറഞ്ഞ അതേ വാക്കുകളായിരുന്നു. ആദ്യം ലക്ഷ്യം കണ്ടെത്തണം. എന്തായിരിക്കണം ലക്ഷ്യം? ഡാനിയൽ ആലോചിച്ചു. പെട്ടെന്ന് പണക്കാരനാവാൻ, സമ്പന്നനാവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഒരു സമ്പന്നനെ കടത്തിക്കൊണ്ടുപോയി അയാളുടെ സ്വത്തുക്കളൊക്കെ കൈവശപ്പെടുത്തുക. ഡാനിയൽ അത് തീരുമാനിച്ചുറപ്പിച്ചു. അടുത്തതായി അതിനെ പ്ലാൻ ചെയ്യണം. തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അതിന് സാധിക്കില്ല എന്ന് ഡാനിയലിന് അറിയാമായിരുന്നു. കൂട്ടത്തിലേക്ക് അതിനുവേണ്ടി ആളെ കൂട്ടാൻ ഡാനിയൽ തീരുമാനിച്ചു. ഡാനിയൽ അങ്ങനെ എഡ്രിയാനെ ചെന്ന് കണ്ടു. എഡ്രിയാന്റെ അടുക്കൽ സമ്പന്നനാവാനുള്ള തന്റെ പദ്ധതിയെപ്പറ്റി വിശദീകരിച്ചു. എന്നും നമ്മൾ ഇതുപോലെ അങ്ങ് ജീവിച്ചാൽ മതിയോ? സമ്പന്നരായി നമുക്കും ജീവിക്കണ്ടേ എന്നൊക്കെയുള്ള ഡാനിയലിന്റെ ചോദ്യം എഡ്രിയാന്റെ മനസ്സ് പിടിച്ചു കുലുക്കിയിരുന്നു. മാത്രമല്ല എഡ്രിയാന് ആ ഇടയ്ക്കായി കുറച്ച് സാമ്പത്തിക ആവശ്യങ്ങളുമുണ്ട്. എഡ്രിയാൻ അതുകൊണ്ട് തന്നെ ഡാനിയലിന്റെ കൂടെ കൂടുവാൻ തീരുമാനിച്ചു. പക്ഷേ അവർ രണ്ടുപേരും മാത്രം പോരാ, ഒരാൾ കൂടി വേണം. പിന്നെ വേണ്ടത് ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിൽ ആർക്കും സംശയം തോന്നാതിരിക്കാൻ ഒരു ലേഡിയുമാണ്. ഡാനിയൽ അടുത്ത ആളെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. അവർ എത്തിച്ചേർന്നത് പോൾ എന്ന ബോഡി ബിൽഡറിലായിരുന്നു. പോൾ മുമ്പ് മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അതിന്റെ പേരിൽ ജയിലിലും കിടന്നിട്ടുണ്ട്. ജയിലിൽ വെച്ച് മാനസാന്തരം വന്ന് വീണ്ടും നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ ഉറപ്പിച്ച് പോള് വെളിയിലിറങ്ങി. പക്ഷേ ഒരിക്കൽ ജയിലിൽ പോയവൻ പിന്നീട് ജയിൽ പുള്ളി തന്നെയാണല്ലോ. ഇനി എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും പോളിന് ആരും തന്നെ ജോലിയൊന്നും കൊടുത്തില്ല. നിലവിൽ സാമ്പത്തികമായി പോള് വളരെയധികം കഷ്ടപ്പാടിലാണ്. അതുകൊണ്ട് തന്നെ പോളും ഡാനിയലിന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചു. അവർക്കിനി വേണ്ടത് ടീമിലേക്കൊരു ലേഡിയെയാണ്. അതിനുവേണ്ടി അവർ കണ്ടെത്തിയത് സെറീന എന്ന ബാർ ഡാൻസറെയായിരുന്നു. സെറീനയ്ക്കും വളരെ വലിയ ആഗ്രഹങ്ങളും പണത്തോടുള്ള ആർത്തിയുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സെറീനയും അവർ ആവശ്യപ്പെട്ടപ്പോ ടീമിലേക്ക് ചേരാൻ സമ്മതിച്ചു. പക്ഷേ സെറീനയോട് തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റിയും കാര്യങ്ങളുമൊന്നും വിശദീകരിച്ചിരുന്നില്ല. തങ്ങളുടെ മിഷന് വേണ്ടി സഹായം വേണമെന്നും ഒരു ആൽബം ഷൂട്ട് എന്ന വ്യാജേനയാണ് പലതും നടത്താൻ പോകുന്നത് എന്നുമൊക്കെയായിരുന്നു അവർ സെറീനയോട് പറഞ്ഞത്. സെറീനയാണെങ്കിൽ അവർ CIA ഉദ്യോഗസ്ഥരാണ് എന്ന തരത്തിലൊക്കെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോവാൻ തുടങ്ങി. ആ സമയത്താണ് എഡ്രിയാന് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. ഡോക്ടറെ കണ്ട് എഡ്രിയാൻ ചെക്ക് ചെയ്തു. സംഭവം എന്തെന്നാൽ ബോഡി ബിൽഡ് ചെയ്യാനുള്ള അമിതമായ മരുന്നിന്റെ ഉപയോഗം കാരണം എഡ്രിയാന് വന്ധ്യത വന്നിരുന്നു. കൂടുതൽ പരിശോധനയ്ക്ക് എഡ്രിയാൻ ഡോക്ടറുടെ അടുത്തെത്തി. അവിടെ റോബിൻ എന്ന പേരുള്ള ഒരു നഴ്സുണ്ടായിരുന്നു. നഴ്സും എഡ്രിയാനും ആദ്യ കാഴ്ചയിൽ തന്നെ പരസ്പരം അട്രാക്റ്റഡ് ആകുന്നുണ്ട്. ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം എഡ്രിയാനോട് പറഞ്ഞു, ഇതിൽ പേടിക്കൊന്നും വേണ്ട, സുഖപ്പെടുത്താൻ പറ്റും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ഇതേസമയം മറുവശത്ത് ഡാനിയൽ പോളിനൊപ്പം ആയുധം കരസ്ഥമാക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അവർ ആയുധം
വിൽക്കുന്ന ഒരു ഷോപ്പിലേക്ക് ചെന്നു. കൃത്യമായ ഡോക്യുമെന്റ്സ് ഒന്നുമില്ലെങ്കിൽ ആയുധം കിട്ടില്ലല്ലോ. അതുകൊണ്ട് പോൾ ഒരു നമ്പർ ഇറക്കി. താനൊരു പാരാ കമാൻഡോ ആണ് എന്ന തരത്തിലായിരുന്നു പോൾ പെരുമാറിയത്. പോളിന്റെ ബോഡിയും പെരുമാറ്റ രീതിയും ഒക്കെ കണ്ട് ആ കടയുടമ കൺവിൻസ്ഡ് ആകുന്നുണ്ട്. അങ്ങനെ അവർക്ക് ആയുധവും ലഭിക്കുകയാണ്. വൈകാതെ മിഷന്റെ പ്ലാൻ എഡ്രിയാനും ഡാനിയലും പോളും ചേർന്ന് ഡിസ്കസ് ചെയ്തു. അവർ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അവരുടെ തന്നെ ജിമ്മിൽ വന്നിരുന്ന സമ്പന്നനായ വിക്ടറിനെയായിരുന്നു. വിക്ടറിന്റെ ഫാം ഹൗസിലേക്ക് ബാക്ക് ഡോർ വഴി കടന്നു കയറി അവിടെ നിന്നും അയാളെ തട്ടിക്കൊണ്ടുപോകാം എന്നായിരുന്നു ഡാനിയൽ ആദ്യം പറഞ്ഞത്. അതിനുവേണ്ടി അവർ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അവർ വിക്ടറിന്റെ ഫാം ഹൗസിൽ വിക്ടറെ തട്ടിക്കൊണ്ടുപോകാൻ എത്തി. പക്ഷെ അവരെത്തിയ ആ ദിവസമാകട്ടെ അവിടെ വലിയ പാർട്ടി നടക്കുകയായിരുന്നു. അതോടെ അവർക്ക് അവിടെ നിന്ന് പിന്തിരിഞ്ഞോടേണ്ടി വന്നു. പിന്നാലെ ഡാനിയൽ അടുത്ത പദ്ധതി ഇട്ടു. വിക്ടറിനൊരു ഷോപ്പുണ്ട്. ഷോപ്പിൽ നിന്ന് വിക്ടർ പുറത്തേക്ക് വരുമ്പോൾ വിക്ടറെ തട്ടിക്കൊണ്ടുപോകാം എന്നായിരുന്നു അത്. എല്ലാവരും അതിന് സമ്മതിച്ചു. അടുത്ത ദിവസം ഷോപ്പിന് വെളിയിലൂടെ വിക്ടർ വന്നപ്പോൾ അവർ പ്രവർത്തിച്ചു. മാസ്ക് ഒക്കെ ധരിച്ച് വിക്ടറിന് മുമ്പിലെത്തിയവർ വിക്ടറെ ബലമായി പിടികൂടി തട്ടിക്കൊണ്ടുപോയി. വിക്ടറിനെ ബന്ദിയാക്കി ഒരിടത്തെത്തിച്ച് അവർ വിക്ടറിനോട് ഭാര്യയെ വിളിച്ച് മക്കളെയും കൂട്ടി മറ്റൊരു രാജ്യത്തേക്ക് പോവാൻ അവർ ആവശ്യപ്പെട്ടു. വിക്ടർ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ വിക്ടറിന് മേൽ അവർ ഉപദ്രവം തുടങ്ങി. ഒടുവിൽ മറ്റു വഴിയില്ലാതെ വിക്ടർ ഭാര്യയെ വിളിച്ച് ആ കാര്യങ്ങൾ പറഞ്ഞു. ഭാര്യ മക്കളുമായി തങ്ങളുടെ ജന്മനാട്ടിലേക്ക് പോയി. വിക്ടറിന്റെ കണ്ണിൽ ടേപ്പൊട്ടിച്ചായിരുന്നു അത്ര നേരം അവർ ഉപദ്രവിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ വിക്ടർ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാ ചെയ്തത്? നിങ്ങൾ എന്തിനാ എന്നോട് ഇത് ചെയ്യുന്നേ? ഡാനിയൽ പറഞ്ഞു, ഒരു ലക്ഷറി ജീവിതം ഞങ്ങളും ഡിസർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. വെറുതെ ഇരുന്ന് മസിലുണ്ടാക്കിയാൽ മാത്രം ലക്ഷറി ജീവിതം വന്നു ചേരില്ല എന്നായിരുന്നു വിക്ടറിന്റെ മറുപടി. അത് ഡാനിയലിനെ ഞെട്ടിക്കുന്നുണ്ട്. തങ്ങളൊക്കെ ബോഡി ബിൽഡേഴ്സ് ആണ് എന്ന് വിക്ടർ എങ്ങനെ മനസ്സിലാക്കി എന്നത് അവരെ ഞെട്ടിച്ചിരുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ ബോഡി ബിൽഡേഴ്സ് ആണെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് ഡാനിയൽ ചോദിച്ചു. നിന്റെയൊക്കെ സംസാരവും ചീപ്പ് പെർഫ്യൂമിന്റെ മണവും ഒക്കെ കാരണം തന്നെ മനസ്സിലാവും എന്നായിരുന്നു വിക്ടറിന്റെ മറുപടി. വിക്ടർ തങ്ങളെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായതും ഡാനിയൽ വിക്ടറിന്റെ കണ്ണിന്റെ കെട്ടഴിച്ചു മാറ്റി. ശേഷം ഡാനിയൽ വിക്ടറിനോട് പറഞ്ഞു, നിങ്ങളുടേതായിട്ടുള്ള മുഴുവൻ സ്വത്തുക്കളും ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ട ഡോക്യുമെന്റ്സും മറ്റും എടുക്കുവാൻ അടുത്ത ദിവസം തന്നെ ഡാനിയലും സംഘവും വിക്ടറിന്റെ ഓഫീസിലും മറ്റും പോയി. ആവശ്യമായ ആധാരങ്ങളും മറ്റ് സംഭവങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നു. വിക്ടറിന്റെ നാട്ടിലുള്ള മുഴുവൻ പ്രോപ്പർട്ടികളും തങ്ങളുടെ പേരിലേക്ക് മാറ്റാൻ അവർ തീരുമാനിച്ചിരുന്നു. ആധാരമെഴുതി അതിലൊക്കെയും വിക്ടറിനെ കൊണ്ട് ഒപ്പുവാങ്ങിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ വിക്ടർ ഒരു തരത്തിലും അടക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോ പോളിന് വല്ലായ്മ തോന്നി തുടങ്ങി. ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല. ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇതിൽ നിന്നൊഴിയുന്നതാവും നല്ലത് പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഡാനിയലും അത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഡാനിയൽ അതോടെ സെറീനയെ വിളിച്ചു. അവർ ഒന്നിച്ച് ബാറിലായിരിക്കെ നാട്ടിലെ മറ്റു പല ഇടപാടുകളും ചെയ്യുന്ന ഗ്രിഗ എന്ന സമ്പന്നനായ വ്യക്തി അങ്ങോട്ടേക്ക് വന്നു. സെറീനയെ വളയ്ക്കുവാനും സെറീനയോട് സംസാരിക്കാനും ഗ്രിഗ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം മറുവശത്ത് ഡാനിയലും എഡ്രിയാനും ചേർന്ന് വിക്ടറിനെ ഭീഷണിപ്പെടുത്തിയും ഉപദ്രവിച്ചും ഒപ്പുവാങ്ങാനുള്ള ശ്രമം തുടരുകയായിരുന്നു. പക്ഷേ എന്തു ചെയ്തിട്ട് വിക്ടർ ഒപ്പിടാൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ഇതേസമയം മറ്റൊന്നുകൂടി സംഭവിക്കുകയായിരുന്നു. എഡ്രിയാൻ തന്നെ ചികിത്സിക്കുന്ന റോബിൻ എന്ന നഴ്സുമായി പ്രണയത്തിലായി. വിക്ടറിന്റെ പണവുമുണ്ടല്ലോ, അതുപയോഗിച്ച് ലാവിഷായി അവരോരോന്ന് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ വിക്ടറിനെ ക്രൂരമായി ഉപദ്രവിച്ചും പീഡിപ്പിച്ചും ഡാനിയൽ വിക്ടറിന്റെ ഒപ്പുവാങ്ങിയെടുത്തു. അടുത്തതായി ഡാനിയലിന് ചെയ്യേണ്ടത് ഒപ്പിട്ട് വാങ്ങിയ ആധാരം തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുക എന്നതായിരുന്നു. അതിനുവേണ്ടി ഡാനിയൽ ഒരു വക്കീലിനെ ചെന്ന് കണ്ടു. പക്ഷേ വക്കീൽ പറഞ്ഞു, പൂർണ്ണമായ രജിസ്ട്രേഷന് 2 പാർട്ടികളും നേരിട്ടെത്തണം. വിക്ടർ നേരിട്ട് ഹാജരാകണം. ഡാനിയൽ പറഞ്ഞു, വിക്ടർ വിദേശത്താണുള്ളത്. വിക്ടറിന്റെ അഭാവത്തിൽ ഇത് നടത്താൻ സാധ്യമല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ല. ഇപ്പോ ആർക്ക് വേണമെങ്കിലും മറ്റൊരാളോട് ഒപ്പിട്ട് കൊണ്ടുവരാമല്ലോ. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് ഒരു തോക്ക് വെച്ചിട്ടാണെങ്കിലും ഒപ്പുവാങ്ങാം. രജിസ്ട്രേഷൻ പൂർണ്ണമാകണമെങ്കിൽ 2 ആളുകളും നേരിട്ട് തന്നെ വരണം. അത്രയുമായതോടെ ഡാനിയലിന് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇനിയൊന്നും നടക്കില്ലേ? തന്റെ പദ്ധതികളൊക്കെ പൊളിയുകയാണോ? ഡാനിയൽ ആലോചിച്ചു. അപ്പോഴാണ് ഡാനിയൽ തന്റെ ജിം ഓണറെ പറ്റി ചിന്തിക്കുന്നത്. ജിം ഓണറും നോട്ടറൈസേഷൻ ചെയ്യാറുണ്ടായിരുന്നു, അതായത് പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ. ഡാനിയൽ പിന്നാലെ തന്റെ മുതലാളിയായ ജോൺ മേസിനെ ചെന്ന് കണ്ടു. വിക്ടറിന്റെ പ്രോപ്പർട്ടി തനിക്ക് വിൽക്കുന്ന പേപ്പർ തയ്യാറാക്കുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞു. പക്ഷേ 2 പാർട്ടിയും വന്നില്ലെങ്കിൽ നോട്ടറൈസേഷൻ സാധ്യമാവില്ല എന്ന് തന്നെയായിരുന്നു ജോണും പറഞ്ഞത്. മറ്റ് വഴിയില്ലെന്ന് കണ്ടതും ജോണിന് വലിയൊരു തുക കൊടുക്കാം, കൈക്കൂലി
ജോലി കൊടുക്കാം എന്ന് ഡാനിയൽ വാഗ്ദാനം ചെയ്തു. അതോടെ ജോൺ അതിന് സമ്മതിക്കുകയാണ്. ജിമ്മിന് അയാൾ ഒരു സ്പോൺസറെ നോക്കുന്നുണ്ടായിരുന്നു. ആ സ്പോൺസറെ താൻ എത്തിച്ചു തരാമെന്നും പകരം തനിക്ക് ഈ രജിസ്ട്രേഷൻ പൂർണ്ണമാക്കി തരണം എന്നുമായിരുന്നു ഡാനിയൽ പറഞ്ഞത്. അപ്പോൾ പണത്തിന് അത്യാവശ്യമുണ്ടായിരുന്ന ജോൺ ആകട്ടെ അതിന് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ ഒരുപാട് വൈകിയില്ല. വിക്ടറിന്റെ പ്രോപ്പർട്ടികൾ മുഴുവൻ ഡാനിയലിന്റെ പേരിലേക്ക് മാറ്റപ്പെട്ടു. ഡാനിയലും എഡ്രിയാനും വളരെയധികം സന്തോഷിച്ചിരുന്നു. ഒക്കെ ഭംഗിയായി പൂർത്തിയായി. പക്ഷെ എന്നിരുന്നാലും കാര്യങ്ങൾ ഇനിയും ബാക്കിയാണ്. വിക്ടറിനെ പുറത്തുവിടാൻ സാധിക്കില്ല. കാരണം വിക്ടർ അവരെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതോടെ ഡാനിയൽ വിക്ടറിനെ വകവരുത്താൻ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. പക്ഷേ പോൾ അതിനൊരുക്കമായിരുന്നില്ല. പോൾ അതിനെതിരെ നിന്നു. എന്നിരുന്നാലും വിക്ടർ പോളിനെയും കണ്ടിട്ടുണ്ട്. പുറത്തുപോയി വിക്ടർ പ്രശ്നമുണ്ടാക്കിയാൽ പോളും കുടുങ്ങും എന്ന് ഡാനിയൽ പറഞ്ഞതോടെ മനസ്സില്ലാ മനസ്സോടെ പോൾ അതിന് സമ്മതിക്കുകയാണ്. വിക്ടറിന്റേത് അപകട മരണമാണ് എന്ന് തോന്നിക്കത്തക്ക കാര്യങ്ങളായിരുന്നു അവർ പദ്ധതിയിട്ടത്. ആദ്യഘട്ടത്തിൽ വിക്ടറിനെ ഒരു കാറിലിരുത്തി കുറെ മദ്യം കുടിപ്പിച്ച് ശരീരത്തിലൂടെയും കുറച്ച് മദ്യമൊക്കെ ഒഴിച്ച് കാർ വേഗത്തിൽ ഓടിച്ച് അപകടത്തിൽപ്പെടുത്താനായിരുന്നു അവർ പദ്ധതിയിട്ടത്. അപകടം അവർ പ്ലാൻ ചെയ്ത പോലെ നടന്നെങ്കിലും വിക്ടർ അപ്പോഴും രക്ഷപ്പെട്ടു. അതോടെ ആ കാറിന് തീയിട്ട് തീപിടുത്തത്തിൽ വിക്ടർ കൊല്ലപ്പെട്ടു എന്നാക്കാൻ അവർ ശ്രമിച്ചു. പക്ഷെ അപ്പോഴും അതും പരാജയപ്പെട്ടു. വിക്ടർ ജീവനോടെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. മറ്റു വഴികളൊന്നുമില്ലെന്ന് കണ്ടതും അവർ സഞ്ചരിക്കുന്ന വാൻ കൊണ്ട് വിക്ടറെ ഇടിച്ചു കൊല്ലാൻ അവർ പദ്ധതിയിട്ടു. വിക്ടർ ഇടികൊണ്ട് വീണതും വിക്ടർ കൊല്ലപ്പെട്ടു എന്ന് തന്നെ ചിന്തിച്ച് അവർ അവിടെ നിന്ന് പോന്നു. പക്ഷെ അപ്പോഴും ചോരയിൽ കുളിച്ച് കിടന്നെങ്കിലും വിക്ടർ ആ അപകടത്തെയും അതിജീവിച്ചിരുന്നു. വിക്ടർ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് വിക്ടറിന് ബോധം തെളിഞ്ഞപ്പോ പോലീസ് എത്തി വിക്ടറിനെ ചോദ്യം ചെയ്യുകയാണ്. വിക്ടർ നടന്ന കാര്യങ്ങൾ മുഴുവൻ പോലീസിനോട് വിശദീകരിച്ചു. തന്നെ തട്ടിക്കൊണ്ടുപോയതും സ്വത്തുക്കൾ എഴുതി വാങ്ങിയതും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ ആക്സിഡന്റ് നടന്നപ്പോ വിക്ടർ കുറേയധികം മദ്യപിച്ചതിന് തെളിവുകളുണ്ട്. വിക്ടറിന്റെ വണ്ടിയിൽ നിന്നും മയക്കുമരുന്നും കണ്ടെടുത്തിരുന്നു. മാത്രമല്ല വിക്ടർ സൗത്ത് അമേരിക്കൻ രാജ്യത്തെ ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടത്തുന്ന വ്യക്തികൾ. അതുകൊണ്ട് വിക്ടറിന്റെ വാക്കുകൾ പോലീസുകാർ വിശ്വസിച്ചതേയില്ല. അവർ അതൊക്കെ തള്ളിക്കളഞ്ഞു. മാത്രമല്ല വിക്ടറിന് മുമ്പ് മയക്കുമരുന്ന് കടത്തിയതിന്റെ പേരിൽ കേസുമുണ്ട്. എല്ലാം കൊണ്ടും വിക്ടർ കള്ളം പറയുകയാണ് എന്നായിരുന്നു പോലീസ് കണക്കുകൂട്ടിയത്. ഇതേസമയം മറുവശത്ത് ഡാനിയലും സംഘവുമാകട്ടെ വിക്ടർ ജീവനോടെയുണ്ട് എന്ന വിവരം അവരെ തേടിയെത്തുന്നത്. അതോടെ ആശുപത്രിയിൽ കടന്ന് വിക്ടറെ കൊല്ലുവാൻ അവർ തീരുമാനിച്ചു. അവർ ആശുപത്രിയിലേക്ക് എത്തിയെങ്കിലും വിക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനോടകം വിക്ടർ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. പക്ഷെ പിന്നാലെ ആശുപത്രിയിൽ നിന്ന് തന്നെ ഡാനിയൽ ആ വിവരം അറിഞ്ഞു. പോലീസ് വന്ന് വിക്ടറിനെ ചോദ്യം ചെയ്തതും വിക്ടർ പറഞ്ഞതൊന്നും വിശ്വസിക്കാതെ പോലീസ് പോയതുമായ കാര്യം. അതോടെ അവർക്ക് ആശ്വാസം തോന്നിയിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് കിട്ടിയ വിക്ടറിന്റെ പ്രോപ്പർട്ടി വെച്ച് സുഖസുന്ദരമായി അവർ ജീവിക്കാൻ തുടങ്ങി. ഡാനിയൽ വിക്ടറിന്റെ വീടും കാറും എടുത്തു. എഡ്രിയാനും പോളിനും വേണ്ട പണവും മറ്റു വസ്തുവകകളും ഡാനിയൽ കൊടുത്തു. പോളാകട്ടെ സെറീനയ്ക്കൊപ്പം മൊത്തത്തിൽ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ ആരംഭിച്ചിരുന്നു. എഡ്രിയാൻ താൻ സ്നേഹിച്ച റോബിൻ എന്ന നഴ്സിനെ പ്രപ്പോസ് ചെയ്തു. അങ്ങനെ അവരുടെ ജീവിതം അടിച്ചുപൊളിയുമായി മുമ്പോട്ടു പോവുകയായിരുന്നു. ഇതേസമയം മറുവശത്ത് നമ്മൾ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ പരിചയപ്പെടുന്നു. ബോയിസ് എന്നായിരുന്നു അയാളുടെ പേര്. വിക്ടർ ആയിരുന്നു അയാളെ റിക്രൂട്ട് ചെയ്തത്. തനിക്ക് പറ്റിയ കാര്യങ്ങൾ അയാളെ ധരിപ്പിച്ച് അതിന്റെ തെളിവുകളുണ്ടാക്കാനും മറ്റ് കാര്യങ്ങൾക്കും വിക്ടർ അയാളോട് ആവശ്യപ്പെട്ടു. ബോയിസ് വിക്ടറെ വിശ്വസിച്ചിരുന്നു. വിക്ടറുടെ കേസ് ഏറ്റെടുത്ത് അയാൾ അന്വേഷണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഡാനിയൽ വർക്ക് ചെയ്യുന്ന ജിമ്മിൽ തെളിവുകൾക്കായി അയാൾ ജോയിൻ ചെയ്തു. ഡാനിയലുമായി അടുത്ത കമ്പനി ഉണ്ടാക്കാൻ അയാൾ ശ്രമിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അയാൾക്കത് സാധിച്ചെടുക്കുകയും ചെയ്തു. ഇതിനോടൊപ്പം മറ്റ് പ്രശ്നങ്ങളും അരങ്ങേറുകയായിരുന്നു. പണം വന്നതോടെയും മറ്റു കാര്യങ്ങളുകൊണ്ടും പോളിന്റെ ജീവിതം മൊത്തത്തിൽ മാറിമറിഞ്ഞിരുന്നു. ആത്മനിയന്ത്രണത്തിലായിരുന്നപ്പോൾ വീണ്ടും മയക്കുമരുന്നിന് അടിമപ്പെട്ടു. മാത്രമല്ല സെറീനയുടെ വളരെ വലിയ ഡിമാൻഡുകളും ചിലവുകളും ഒക്കെ കാരണം കയ്യിൽ കിട്ടിയിരുന്ന പണം മുഴുവൻ പോളിന്റെ പക്കൽ നിന്ന് തീരുകയും ചെയ്തിരുന്നു. പണത്തിനായി വീണ്ടും അക്രമത്തിലേക്കിറങ്ങാൻ പോൾ തയ്യാറായി. ഒരു ബാങ്ക് മാനേജറുടെ പക്കൽ നിന്ന് പണം തട്ടിപ്പറിച്ച് ഒരിക്കൽ പോൾ ഓടി. പക്ഷെ അവിടുണ്ടായിരുന്ന പോലീസുകാർ അത് കണ്ട് പോളിനെ പിന്തുടരുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അതിൽ പോളിന്റെ ഒരു കാൽവിരൽ പോലും നഷ്ടപ്പെട്ടിരുന്നു. പണം കിട്ടിയതുമില്ല. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നപ്പോൾ വൈകാതെ നടക്കുന്ന എഡ്രിയാന്റെ വിവാഹ ചടങ്ങുകളിലേക്ക് എത്തുകയാണ്. എഡ്രിയാൻ താൻ സ്നേഹിക്കുന്ന റോബിൻ എന്ന നഴ്സിനെ കെട്ടുകയായിരുന്നു. ഡാനിയലിനെ കണ്ടപ്പോൾ തന്റെ കയ്യിലുള്ള പണം മുഴുവൻ തീർന്നെന്നും തനിക്കിനിയും പണം വേണം എന്നും ആവശ്യപ്പെട്ടു. ഇതേസമയം വിക്ടർ ആകട്ടെ വിക്ടറിന്റെ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ചെയ്ത് ഡാനിയലിന്റെ ജിം ഓണർ ജോണിനെ കോൾ ചെയ്തു. തന്റെ സാന്നിധ്യം
ബോധ്യമില്ലാതെ കള്ളത്തരത്തിലൂടെ പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തതിന് ജോണിനെ കോടതി കയറ്റും എന്ന് വിക്ടർ ഭീഷണിപ്പെടുത്തി. ജോൺ വല്ലാതെ ഭയന്നിരുന്നു. അതോടെ ജോൺ ഡാനിയലിനെ കാണാൻ ചെന്നു. ഭയത്തോടെ കാര്യങ്ങൾ പറഞ്ഞു. കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ ജോണിനെ വകവരുത്തും എന്ന് ഭീഷണിപ്പെടുത്തിയ ഡാനിയൽ വിക്ടർ എവിടെ നിന്നാണ് ജോണിന് ഫോൺ ചെയ്തത് എന്ന് ജോണിനോട് ചോദിച്ചു. അധികം വൈകാതെ വിക്ടറുള്ള ലൊക്കേഷനും അവർ മനസ്സിലാക്കുകയാണ്. വിക്ടർ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം അപകടമാണ് എന്ന് ചിന്തിച്ച ഡാനിയൽ എഡ്രിയാനെയും പോളിനെയും കൂട്ടി വിക്ടറെ വകവരുത്താൻ കിട്ടിയ ലൊക്കേഷനിലേക്ക് ചെന്നു. അതൊരു മോട്ടലായിരുന്നു. പക്ഷേ അവർ അവിടെ എത്തിയപ്പോഴേക്കും വിക്ടർ അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നു. റിസപ്ഷനിസ്റ്റുമായി അവർ സംസാരിച്ചു. വിക്ടറിന്റെ ബില്ലടച്ചത് മറ്റൊരു വ്യക്തിയാണ് എന്ന വിവരം ആ സമയം അവിടെ നിന്നും അവർക്ക് ലഭിച്ചു. അയാളുടെ ID ഡോക്യുമെന്റും ഡാനിയൽ ആ സമയം നോക്കി കണ്ടു. അത് കണ്ടതും ഡാനിയൽ ഞെട്ടിയിരുന്നു. അത് ബോയ്സിന്റേതായിരുന്നു. പ്രൈവറ്റ് ഡിറ്റക്റ്റീവായ ബോയ്സിന്റേത് തന്നെ. അധികം വൈകിയില്ല. ഡാനിയലും മറ്റും ബോയ്സിന്റെ വീട്ടിലേക്ക് ചെന്നു. അവർ അവിടെ കടന്നു കയറി നോക്കിയപ്പോൾ കണ്ടത് ആ വീട്ടിലേക്ക് എത്തി നിൽക്കുന്ന പോലീസുകാരൊക്കെയായിരുന്നു. അതോടെ ഡാനിയലും മെട്രിയാനും അവിടെ നിന്നോടി അടുത്തുള്ള കടലിലേക്ക് എടുത്തു ചാടുകയാണ്. അവിടെ മുതൽ 2 പ്രശ്നങ്ങൾ ഡാനിയലിനെ തുരത്താൻ ആരംഭിച്ചു. ആദ്യത്തെ പ്രശ്നം വിക്ടർ ആയിരുന്നു. വിക്ടർ അവന്റെ പിന്നാലെ തന്നെയുണ്ട്. അടുത്ത പ്രശ്നമാകട്ടെ പണവും. വിക്ടറുടേതായി കിട്ടിയ പ്രോപ്പർട്ടികളിൽ നിന്നും മറ്റും കിട്ടിയ പണം അതിനോടകം ദൂർത്തടിച്ച് അവർ തീർത്തിരുന്നു. നിലവിൽ പണത്തിന് ആവശ്യം വന്നിരിക്കുകയാണ്. പോളിനടക്കം പണം കൊടുക്കണം. അതിനായി വീണ്ടും ഒരു തട്ടിക്കൊണ്ടുപോകൽ കൂടി നടത്താൻ അവർ തീരുമാനിച്ചു. മുമ്പ് പോൾ കണ്ടിട്ടുള്ള നാട്ടിലെ തന്നെ ഏറെ സമ്പന്നനായ ഫ്രാങ്ക് ഗ്രിഗ എന്ന വ്യക്തിയെ അവർ ടാർഗറ്റ് ചെയ്തു. ചില ഇല്ലീഗൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അവർ ടാർഗറ്റായി കണ്ട ഫ്രാങ്ക് ഗ്രിഗ. ഒരു ബിസിനസ് പ്രപ്പോസലിന് എന്ന് പറഞ്ഞ് ഫ്രാങ്ക് ഗ്രിഗയെ അവർ എഡ്രിയാന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പിന്നാലെ ബിസിനസ് ഐഡിയകളുടെ കാര്യങ്ങൾ ഗ്രിഗയോട് വിശദീകരിക്കാൻ തുടങ്ങി. ഗ്രിഗ തന്റെ ഭാര്യയ്ക്കൊപ്പമായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ ഡാനിയലിന്റെയും എഡ്രിയാന്റെയും മറ്റും പെർഫോമൻസും മറ്റും കണ്ട് ഇവർ അത്ര ബിസിനസ്സുകാരൊന്നുമല്ലല്ലോ എന്ന് ഗ്രിഗക്ക് സംശയം തോന്നി. നിങ്ങളുടെ മുതലാളി എവിടെ, സീനിയർ എവിടെ എന്ന തരത്തിൽ ഗ്രിഗ ചോദ്യം ചെയ്തു. ദേഷ്യം വന്ന ഡാനിയൽ അതോടെ ഗ്രിഗയെ കടന്നാക്രമിക്കുകയാണ്. ശക്തമായ ഫൈറ്റിൽ ഒരു അപകടം സംഭവിച്ചു. ഡാനിയലിന്റെ ഇടികൊണ്ട് ഗ്രിഗ തെറിച്ചു വീണപ്പോൾ എഡ്രിയൻ വർക്കൌട്ട് ചെയ്യുന്ന വെയിറ്റ് ഗ്രിഗയുടെ തലയിലേക്ക് വീണു. ആ സ്പോട്ടിൽ വെച്ച് തന്നെ ഗ്രിഗ കൊല്ലപ്പെട്ടു. ഇതൊന്നും പുറത്തറിന് പ്രശ്നമാവാതിരിക്കാൻ ഗ്രിഗയുടെ ഗേൾഫ്രണ്ടിനെ, ഭാര്യയെ മയക്കിക്കെടുത്തുവാൻ ഡാനിയൽ പോളിനോട് നിർദ്ദേശിച്ചിരുന്നു. പോൾ ചെന്ന് മയക്കുമരുന്ന് കുത്തിവെച്ച് അവരെ മയക്കിക്കിടത്തി. എഡ്രിയാനെ വീട് മുഴുവൻ ക്ലീൻ ചെയ്യാൻ ഏൽപ്പിച്ച് ഡാനിയലും പോളും കൂടി ഗ്രിഗയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ നിന്നും പണം വല്ലതും കിട്ടുമോ എന്നറിയാനായിരുന്നു അത്. പരിശോധനയിൽ അവരൊരു സേഫ് ലോക്കർ കണ്ടു. അതിന്റെ കീ ഉണ്ടായിരുന്നില്ല. അതിന് ഒരു കോഡായിരുന്നു ഉണ്ടായിരുന്നത്. ഡാനിയലുടൻ എട്രിയാനെ വിളിച്ച് ഗ്രിഗയുടെ ഭാര്യയോട് സേഫിന്റെ കോഡ് ചോദിച്ചറിയാൻ ആവശ്യപ്പെട്ടു. എട്രിയാൻ മയക്കി കിടത്തിയിരുന്ന ഗ്രിഗയുടെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു. അതുകണ്ട് അവൻ ഞെട്ടിത്തെറിച്ചു പോയി. മയക്കുമരുന്ന് കുത്തിവെച്ച് പോൾ ഗ്രിഗയുടെ ഭാര്യയെ വീഴ്ത്തിയിരുന്നല്ലോ. പക്ഷേ മയക്കുമരുന്ന് ഓവർഡോസായി അവർ കൊല്ലപ്പെട്ടിരുന്നു. ഞെട്ടലോടെയായിരുന്നു ഡാനിയൽ അത് കേട്ടത്. സേഫിന്റെ കോഡ് കിട്ടിയില്ല. അതോടെ ഗ്രിഗയുടെ വീട്ടിലെ വിലപിടിച്ച വസ്തുക്കളൊക്കെയെടുത്ത് ഡാനിയലും പോളും അവിടെ നിന്ന് പുറപ്പെട്ടു ചെല്ലുകയാണ്. പിന്നാലെ ഗ്രിഗയുടെയും ഭാര്യയുടെയും മൃതദേഹം പെട്ടിയിലാക്കി ചതുപ്പിൽ കൊണ്ടുതള്ളാൻ അവർ തീരുമാനിച്ചു. വൈകാതെ അത്തരത്തിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. ഇതേസമയം മറുവശത്ത് താൻ കണ്ടെത്തിയ തെളിവുകളും മറ്റും വെച്ച് ബോയ്സ് കാര്യങ്ങൾ ഒരു റിപ്പോർട്ട് തന്നെയായി പോലീസിന് മുമ്പിൽ സമർപ്പിച്ചിരുന്നു. പോലീസിന് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തു. ആ സമയം ഗ്രിഗയുടെ മിസ്സിംഗിന്റെ വിവരവും പോലീസിൽ എത്തിച്ചേർന്നിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യങ്ങൾ പൂർണ്ണമായും ഡാനിയലിലേക്കും പോളിലേക്കും എഡ്രിയാനിലേക്കും വന്നു ചേർന്നു. അതോടെ വലിയൊരു ടീമിനെ തന്നെ സെറ്റ് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും പോളിനെ പള്ളിയിൽ നിന്നും എഡ്രിയാനെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ ഡാനിയലിനെ പിടികൂടൽ പോലീസിന് എളുപ്പമായിരുന്നില്ല. പോലീസിൽ നിന്ന് ഡാനിയൽ വെട്ടിച്ചോടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ചേസിലൂടെയും മറ്റു പല കാര്യങ്ങളിലൂടെയുമായിരുന്നു ഒടുവിൽ പോലീസ് ഡാനിയലിനെ കീഴ്പ്പെടുത്തിയത്. ഒടുവിൽ അവർ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. പോലീസിന്റെ മാപ്പുസാക്ഷിയായി മാറിയിരുന്ന പോൾ ആകട്ടെ എട്രിയാനും ഡാനിയലും ചേർന്ന് തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതും അവർ ചെയ്തതുമായ പ്രവൃത്തികൾ മുഴുവൻ കോടതിയോട് ഏറ്റുപറഞ്ഞു. താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്ന തന്നോട് കള്ളം പറഞ്ഞിരുന്ന വിവരങ്ങൾ സൊറീനയും പോലീസിനെ അറിയിച്ചു. റോബിനാകട്ടെ താൻ കണ്ട വിവരങ്ങൾ കൂടി കോടതിക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയതോടെ
കേസ് പൂർണ്ണമായും ഡാനിയലിനും എഡ്രിയാനുമെതിരെ സ്ട്രോങ് ആയി തിരിഞ്ഞിരുന്നു. അധികം വൈകാതെ കോടതി വിധി വന്നു. ഡാനിയലിനും എഡ്രിയാനും കോടതി വധശിക്ഷ വിധിച്ചു. മാപ്പുസാക്ഷിയായ പോളിന് 30 കൊല്ലം തടവും തട്ടിപ്പിന് കൂട്ടുനിന്ന ജിം ഓണർ ജോണിന് 15 കൊല്ലം തടവും കോടതി വിധിച്ചു. റോബിൻ എഡ്രിയാനെ ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.